ഗിവ് ഇൻ ആൻഡ് ഗിവ് അപ്പ് ഇതിൻ്റെ രണ്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണോ? നോക്കാം. ഗിവ് ഇൻ എന്നാൽ ഫൈനലി എഗ്രി ഓർ സറണ്ടർ എന്നാണ്. സമ്മർദ്ദത്തിന് വഴങ്ങി കീഴടങ്ങുക എന്നർത്ഥം. I didn't want dessert, but I finally gave in. എനിക്ക് ഡിസേർട്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷേ ഫൈനലി ഗേവ് ഇൻ. സമ്മർദ്ദത്തിന് വഴങ്ങി പിന്നീട് ഞാനത് കഴിച്ചു എന്നാണ്. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ കീഴടങ്ങുക എന്നല്ല മീനിങ്. ക്വിറ്റ് ചെയ്യുക എന്നാണ്. ടു ക്വിറ്റ് ഓർ സ്റ്റോപ്പ് ട്രൈയിങ് സംതിങ്. അബാൻഡൻ ചെയ്യുക, ഉപേക്ഷിക്കുക. ചിലപ്പോൾ അതൊരു മിഡ് വേ, ഇടയ്ക്ക് വെച്ചിട്ടാവും നിർത്തുന്നത്, പക്ഷേ അത് ഉപേക്ഷിക്കുക, സ്റ്റോപ്പ് ചെയ്യുക എന്ന മീനിങ് തന്നെയാണ് ഗിവ് അപ്പ് എന്ന് പറയുമ്പോൾ. ഷീ ട്രൈഡ് സോൾവിങ് ദ പസിൽ ബട്ട് ഗേവ് അപ്പ് ഹാഫ് വേ. ആ പസിൽ സോൾവ് ചെയ്യാൻ വേണ്ടി അവൾ ശ്രമിച്ചു, പക്ഷേ പകുതിയായപ്പോഴേക്കും അത് ക്വിറ്റ് ചെയ്തു, അത് നിർത്തി, അത് ഉപേക്ഷിച്ചു. ഗേവ് അപ്പ്. He successfully gave up smoking last year. അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ട് തന്നെ, വിജയകരമായിട്ട് കഴിഞ്ഞ കൊല്ലം പുകവലി സ്റ്റോപ്പ് ചെയ്തു, പുകവലി ഉപേക്ഷിച്ചു. I tried to avoid sugar, but I finally gave in and ate the cake. ഷുഗർ അവോയ്ഡ് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ അവസാനം അത് സമ്മർദ്ദത്തിന് വഴങ്ങി കഴിച്ചു. ഇനി ഈ ക്വസ്റ്റ്യൻസ് നോക്കൂ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഗിവ് ഇൻ അല്ലെങ്കിൽ ഗിവ് അപ്പ് വയ്ക്കുക. ദ എനിമി സോൾജേഴ്സ് ഹാഡ് നോ ഫുഡ് ലെഫ്റ്റ്. ദേ ബ്ലാങ്ക് അറ്റ് ഡോൺ. നെക്സ്റ്റ് വൺ. ഹി സെഡ് ഹി വുഡ് നെവർ ബ്ലാങ്ക് സ്മോക്കിംഗ്, ബട്ട് 6 months later he quit. ഒരു സെൻറ്റൻസ് കൂടി. ഡോണ്ട് ബ്ലാങ്ക്. ലേണിംഗ് ഇംഗ്ലീഷ്. യു ഹാവ് ഇംപ്രൂവ്ഡ് സോ മച്ച് ഓൾറെഡി. ഈ 3 ബ്ലാങ്ക് സ്പേസസിലും എന്താണ് വേണ്ടത് എന്ന് കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതുക. താങ്ക് യു.